everyone. നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സസിലായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് പ്ലസ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ആൻഡ് ഓൾസോ നമ്മൾ മേജർ ഡിറക്റ്റീവ്സ് ആയിട്ട് അസംപ്ഷൻ ആൻഡ് സെൻട്രൽ ഐഡിയ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലാസ്റ്റ് 5 ഇയർ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. സെൻട്രൽ ഐഡിയ എന്ന് പറയുമ്പോൾ പല ഡിറക്റ്റീവ്സ് അതിനകത്ത് വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ക്രക്സ്, ദെൻ സമ്മറി എന്താണ് ഓദർ മീൻ ചെയ്യുന്നത്, ഇതുപോലത്തെ കുറെ ഐഡിയാസ് സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരികയും അതിൽ നിന്ന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ ഇന്ന് നമ്മുടെ അജണ്ട എന്താന്ന് വെച്ചാൽ ഇനി 1-2 ഡയറക്റ്റീവ്സ് കൂടി ഒന്ന് നോക്കുക ആൻഡ് പ്ലസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഡിറക്റ്റീവ്സിന്റെ കീഴിലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ജനറലി 2020 ലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തേക്കുവാണ്. ഐ ഡിഡ്ന്റ് കാറ്റഗറൈസ് ഇറ്റ് ഇൻടു അസംപ്ഷൻ, ഇൻഫറൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടല്ല. ഓക്കെ, സോ ഫസ്റ്റ് ഡിറക്റ്റീവ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഫറൻസ് ആണ്. സോ വാട്ട് ഇസ് ഇൻഫറൻസ്? ജനറലി നമ്മൾ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞിട്ട് യു ടേക്ക് ഇൻഫറൻസ് ഫ്രം ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ഡസ് ദാറ്റ് മീൻ? സോ ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾക്ക് ആ ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൽ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും ആൻഡ് വാട്ട് യു ഇൻഫർ ഫ്രം ഇറ്റ്, യുവർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദർ. ഓക്കെ, സോ വാട്ട് ഇസ് ഇൻഫറൻസ്? നമ്മളുടെ പാസേജ്, ഇപ്പം റീഡിംഗ് കോംപ്രിഹെൻഷന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ നമ്മളുടെ പാസേജ് പ്ലസ് നമുക്ക് നമ്മൾ എടുക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദാറ്റ് പാസേജ്. ഓക്കെ, സോ ഹിയർ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി ഇൻഫറൻസ് എന്ന് പറയുന്നതിൽ പാർട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ലിറ്ററൽ മീനിങ് ഓഫ് ഇൻഫറൻസ് എന്താണെന്ന് അറിയാമെങ്കിൽ like it is done, that is you infer something from the passage which is written by the author. Okay, so which is passage plus our own understanding. Okay, now we'll ഇങ്ങനത്തെ ഇൻഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം for further understanding. Okay, first passage, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ലോജിക്കൽ ആൻഡ് റാഷണൽ ഇൻഫറൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ വിൽ കം ടു ദ പാസേജ് നൗ. ഓക്കെ, സോ our cities are, നമ്മളുടെ ബിഫോർ ദാറ്റ് നമ്മളുടെ റീഡിംഗ് ഐഡിയ എങ്ങനെയായിരുന്നു? ടു അണ്ടർസ്റ്റാൻഡ് ദ സെൻട്രൽ ഐഡിയ, ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ഓഫ് ദ പാസേജ് ആൻഡ് ഓൾസോ ടു ക്രക്സ് ഓഫ് ദ എന്താണ് പാസേജ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഐഡിയ ബിഫോർ ഡൂയിങ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഹിയർ ഓൾസോ നോ മാറ്റർ വാട്ട് ദ ഡയറക്ടീവ് ഇസ്, വിൽ ബി ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദ ക്രക്സ് ഓഫ് ദ പാസേജ്, ദെൻ ഓൺലി ലൈക്ക് ഇൻഫറൻസ് ആണെങ്കിലും അസംപ്ഷൻ ആണെങ്കിലും സെൻട്രൽ ഐഡിയ ആണെങ്കിലും കൺക്ലൂഷൻ ആ വാട്ട് എവർ ഡയറക്ടീവ് ദ question is asking, നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ you have to understand the crux or the major theme of the passage. Okay, so we'll read the passage. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് our cities are extremely vulnerable to climate change because of large concentrations of population and poor infrastructure. So from this first സെന്റൻസ് വാട്ട് എന്താ മനസ്സിലാവുന്നത്? നമ്മളുടെ സിറ്റീസ് എക്സ്ട്രീംലി വൾണറബിൾ ആണ് ആൻഡ് 2 കാര്യങ്ങൾ മേജർ ആയിട്ട് പറയുന്നുണ്ട്. വൺ ഇസ് പോപ്പുലേഷൻ ആൻഡ് ദ അതർ വൺ ഇസ് പുവർ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളുടെ സിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഉണ്ടാവുന്ന പോരായ്മകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് വി ഗോട്ട് ആൻ ഐഡിയ ഫ്രം ദ ഫസ്റ്റ് സെന്റൻസ് ഇറ്റ്സെൽഫ്. ഓക്കെ, now moving forward, moreover population densities are increasing in them but we have not yet developed the systems to address climate change impacts. Okay, so that this passage has something to do with climate change also. Okay, so climate change ne patti parayunnunde. Now our cities contribute to 65% of GDP. സോ ദിസ് പെർസെൻറ്റേജ് വൈസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പെർസെൻറ്റേജ് വൈസ് ഉള്ള കണക്കുകളൊന്നും യൂഷ്വലി എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കുന്ന ഒരു രീതി UPSCക്ക് ഇല്ല. ഇറ്റ് വിൽ ബി മോർ ഓഫ് അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ തന്നെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, സോ ദീസ് നമ്പേഴ്സ് മൈറ്റ് നോട്ട് ബി ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ദ കോൺസെപ്റ്റ്. So our cities contribute to 65% of the GDP, but there are not enough facilities to cater to the needs of the people. Okay, so needs of the people satisfied ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. It is important to address the issues of air quality, transport, etc. that are vital to identifying sustainable solutions. Okay, so basically സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. വി നീഡ് ടു ഇൻവോൾവ് സിറ്റിസൺസ് ഇൻ സിറ്റി പ്ലാനിങ് ആൻഡ് ക്രിയേറ്റ് എൻ എക്കോസിസ്റ്റം ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് വേ ഫോർവേഡ് പറയുന്നുണ്ട്.
Okay, so this passage is about നമുക്ക് പ്രോബ്ലംസ് ഉള്ളത് എന്താന്ന് പറയുന്നുണ്ട്, then what it comes എന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്താന്ന് പറയുന്നുണ്ട്, ആൻഡ് വേ ഫോർവേഡ് പോലെ ഓദർ സിറ്റി പ്ലാനിങ് ക്രിയേറ്റിംഗ് ആൻ എക്കോ സിസ്റ്റം വിച്ച് സസ്റ്റൈനബിൾ എന്നൊക്കെ പറയുന്നുണ്ട്. Okay, so we understand the passage and we will go to the question. Okay, which among the following is the most logical and rational inference that can be made from the passage given below? So the question is about inference. So inference എന്തായിരുന്നു, നമ്മളുടെ കൂടി ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കൂടിയാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. Okay, now we'll go through the options. Our cities need to have well-developed administrative setup with sufficient autonomy. Defined administrative setup. ഓക്കെ, നമ്മൾ വെൽ ഡിഫൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ ഒരു പാസേജിൽ പറയുന്നതായിട്ട് കണ്ടില്ല. സോ വിൽ ജസ്റ്റ് കീപ് ഇറ്റ് ഹോൾഡ്. മോസ്റ്റ്ലി ഇറ്റ്സ് റോങ് എന്നുള്ള രീതിയിൽ നമ്മൾ വിൽ കീപ് ഇറ്റ് ദർ. ഓക്കെ, എവർ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ഇസ് എ ഹിൻഡ്രൻസ് ഇൻ അവർ എഫേർട്സ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ റാഷണൽ ഇൻഫറൻസ് ആണ് ചോദിക്കുന്നത്. സോ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയിട്ട് കൂടിയാണ് ചോദിക്കുന്നത്. സോ പോപ്പുലേഷനിലുള്ള ഇഷ്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ പാസേജിൽ ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തെങ്കിലും ഇൻഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ഇൻ ദ പാസേജ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആപ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നില്ല. ബിക്കോസ് സി ആൻഡ് ഡി കൂടി നമുക്ക് നോക്കിയിട്ട് വിൽ ഡിസൈഡ് ദ ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് to maintain and develop our cities, we need to adopt sustainably related intervention. So that seems more accurate than the option B. So option C is more accurate namukku manasilayi than option B. So option B should be wrong here. Okay, now coming to option D, public private partnership. തുടങ്ങുമ്പോൾ തന്നെ you should be able to understand that this is a wrong option because public private partnership നെ പറ്റിയിട്ട് നമ്മളുടെ ഈ പാസേജിൽ എവിടെയും തന്നെ പറയുന്നില്ല. Okay, so but again we can read that public-private partnership mode of development is a viable long-term solution for the infrastructure and sustainability problems of India. ഇത്രയും ഇൻഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഇൻഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാസേജിൽ ഒന്നും പറയാം. ദിസ് പാസേജ് ഇസ് മോർ ഓഫ് എ ജനറൽ നേച്ചറിലാണ്, ഒരു കൂടുതൽ ലൂപ്പ് ഹോൾസിലേക്ക് അങ്ങനെ ഇട്ട് സംസാരിക്കുന്ന ഒരു പാസേജ് അല്ല ഇത്. ഓക്കെ, സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു പാസേജിൽ പറയുന്നില്ല. സോ ദാറ്റ് ഇസ് wrong. Again, D is wrong. So which is the most accurate answer here? Option C is the answer. നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, സസ്റ്റൈനബിൾ ആയിട്ട് നമ്മളുടെ സിറ്റീസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വി ക്യാൻ അഡോപ്റ്റ് സച്ച് മെഷേഴ്സ് എന്നുള്ളത് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാസേജിൽ നിന്ന്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. Okay, so this is how you do questions when the directive is inference. Okay, so you just infer things from the passage which is given. Okay, now we'll see one more question korchum kude clear aayittu manasilavan. We'll see the question, which one of the following statements best reflects the most critical inference? So here the question is critical inference. നമ്മൾ critical message എന്താണ്, critical analysis എന്താണെന്നൊക്കെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാണ്. സോ ഇവിടെ the question നമുക്ക് ക്രിട്ടിക്കലി ഇൻഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഹാവിംഗ് സെഡ് ദാറ്റ്, ലൈക്ക് വി ക്യാൻ ഗോ ബാക്ക് ടു ദ പാസേജ് ആൻഡ് റീഡ് ദ പാസേജ് എന്നിട്ട് വരാം. ഓക്കെ, computers increasingly deal with not just so this is speaking about computers in the you should mark computers ne patti samsarikkunnunde, deal not just with abstract data like credit card details and databases but also with the real world of physical objects and vulnerable human bodies. Okay, so this has a ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ we'll get an idea that this passage has something against നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടർ റെവല്യൂഷനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യത്തിൽ സംതിങ് ഒരു നെഗറ്റീവ് ടോൺ ഈ പാസേജിൽ ഉണ്ടെന്നുള്ളത് വി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂഷ്വലി ഈ ക്രിട്ടിക്കൽ മെസ്സേജ് ക്രിട്ടിക്കലി ഇൻഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ്ലി ദ പാസേജ് വിൽ ബി വാട്ട് ലിറ്റിൽ നെഗറ്റീവ് ടോണിലുള്ള പാസേജസ് ആയിരിക്കും. ഓക്കെ, നൗ a modern car is a computer on wheels, an aeroplane is a computer on wings. Modern car is a computer on wheels and an aeroplane is a computer on wings. The arrival of Internet of Things, it has something to do with Internet of Things. We'll see computers baked into everything from road signs and MRI scanners to prosthetics and insulin pumps. Okay, so ഇതെന്താ പറയുന്നത്, കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെ മേഖലയിൽ പ്രോസ്പർ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു
സെന്റൻസ് പറയുന്നത്. There is little evidence that these gadgets will be any more trustworthy than their desktop counterparts. Okay, hackers have already proved that they can take remote control of internet connected cars and pacemakers. Okay, so clearly this passage is something of or negative tone alla oru passage aanid. Moreover, it is speaking about നമ്മളുടെ ഹാക്കേഴ്സ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഹാക്ക് ചെയ്യുന്നുണ്ട്. സോ കമ്പ്യൂട്ടേഴ്സ് ആർ ജനറലി നോട്ട് ദാറ്റ് സേഫ് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ ഈ ഒറ്റ പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ ഒരു പാസേജിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് സേഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ഓതർ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ നൗ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, critically infer cheyanana. So we have the option to critically analyze the passage. Anyway, the passage is negative also. So computers are not completely safe, option A, which is adana major aitla namalde ee passage inde crux adu thaneyana. Computers are not generally safe. Okay, but again B, C, D namukku nokkam. B, companies producing the software do not take cyber security seriously. Companies producing the software do not take cyber security seriously. So cyber security e patti computer companies produce cheyna software ne pattittu onnu idinathu parayunnilla. So option B is clearly wrong. Okay, now option C, stringent data security laws are needed. Okay, let it be there. But again, it is not critical. Okay, critically നമ്മൾ analyze ചെയ്യാനാണ് പറയുന്നത്. The present trend of communication technologies will affect our lives in future. The present trend of communication technologies will affect our lives in future. No, ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ബട്ട് അഗെയിൻ നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഈ പാസേജിന്റെ ഐഡിയ എന്തായിരുന്നു? കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി സേഫ്, ഓർ ജനറലി കമ്പ്യൂട്ടേഴ്സ് സേഫ് അല്ല എന്നൊരു കാര്യം കൺവേ ചെയ്യാനാണ് നമ്മളുടെ ഓതർ സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഓക്കെ, സോ കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് ജനറലി സേഫ് എന്ന് എടുത്ത് നമ്മളുടെ ഈ പാസേജിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഇന്റൻഡഡ് ദർ, ഓർ അതാണ് ഈ പാസേജിൽ ഓതർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് അഗെയിൻ ക്രിട്ടിക്കൽ ഇൻഫറൻസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നോക്കി. നൗ we'll read. Researchers simulated street lighting on artificial grassland plots containing okay, so ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ടെക്നിക്കൽ ടേംസ് ഒന്നും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴും പറഞ്ഞു ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, now these were exposed to two different types of light, a white light similar to newer commercial LED lights and an amber light similar to sodium street lamps. Okay, രണ്ട് ടൈപ്പ് ഓഫ് ലൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. The low intensity amber light was shown to inhibit rather than induce flowering in a wild plant of pea family, which is a source of food for the pea aphids in grasslands. Okay, ഒരു substantiate ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞേക്കുവാണ്. The number of aphids was also significantly suppressed under the light treatment due to the limited amount of food available. Okay, we'll see which one of the following statements best reflects the most critical inference that can be made from the passage. Okay, again it is critical inference. Low intensity light has more adverse effects on plants as compared to high intensity light. Okay, അപ്പം ലൈറ്റ് കാരണം ഉണ്ടാവുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മുടെ പാസേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോ ഇന്റൻസിറ്റി ഹൈ ഇന്റൻസിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് മോസ്റ്റ്ലി ഓർ നമുക്കത് റോങ് ആണെന്ന് 80% അസ്യൂം ചെയ്യാം. ഓക്കെ, നൗ ലൈറ്റ് പൊല്യൂഷൻ ക്യാൻ ഹാവ് എ പെർമനന്റ് അഡ്വാൻസ് ഇമ്പാക്ട് ഓൺ എൻ എക്കോസിസ്റ്റം. ഓക്കെ, സോ ഇതിനകത്ത് ലൈറ്റ് പൊല്യൂഷനെ പറ്റിയും ലൈറ്റ്സിനെ പറ്റിയും ഒക്കെയാണ് സംസാരിക്കുന്നത്. സോ നൗ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റില്ലേ ലൈറ്റ് പൊല്യൂഷന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഇമ്പാക്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇൻഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. Okay, so we'll keep it there because we have two more options to look. Okay, white light is better for the flowering of plants as compared to the light of other colors. No, anyway that's wrong because white light ne patiyum flowering ne pattittu onnum parayunnilla idinathu. So that's clearly wrong. We can't infer that from the passage. Okay, now
Proper intensity of light in an ecosystem is important not only for plants but for animals too. No, lights in the problems ne pattiyana parayunnathu, undakkunna adverse impacts ne pattiyana parayunnathu, and also the question is critical inference. Okay, so question le critical inference ennu koodi ullathu kaaranam that can never be the answer, and also adu nammalde passage il parayunnilla. Okay, so option B is the answer. Which, what is it? Light pollution can have a permanent adverse impact on an ecosystem. Okay, so option B is the answer. I hope that's clear here. You'll see, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്തത്? ലോജിക്കൽ ആൻഡ് റാഷണൽ ഇൻഫറൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഫ്രം ദ പാസേജ്, ദാറ്റ് സിമ്പിൾ ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ അതാണ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൻഫറൻസ് ആണ്. അഗെയിൻ വി ഡിഡ് എ ക്രിട്ടിക്കൽ ഇൻഫറൻസ് ക്വസ്റ്റ്യൻ. യൂഷ്വലി ഞാൻ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ ഇൻഫറൻസ് ക്വസ്റ്റ്യൻസിലെല്ലാം ഒരു നെഗറ്റീവ് ടോൺ ആ പാസേജിൽ കാണും. സോ നമുക്ക് ഇൻഫർ ചെയ്യുമ്പോഴും ഒരു നെഗറ്റീവ് രീതിയിൽ ക്രിട്ടിക്കലി തന്നെ ഇൻഫർ ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ആ ഒരു പാസേജിൽ ഉണ്ടാവും. സോ ഇപ്പം ഈ ലൈറ്റിന്റെ കേസ് പറയുന്നതാണെങ്കിലും ഒരു നെഗറ്റീവ് ടോണോട് കൂടിയിട്ട് പറയുന്ന ഒരു പാസേജ് ആണ്. ആൻഡ് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു കമ്പ്യൂട്ടേഴ്സ് ഓൾസോ അതും ഒരു നെഗറ്റീവ് ടോണിൽ പറയുന്ന ഒരു പാസേജ് ആണ്. സോ ദ ക്വസ്റ്റ്യനിൽ ക്രിട്ടിക്കലി ഇൻഫർ ചെയ്യാൻ പറയുന്നതിൽ ഇറ്റ്സ് വെരി മച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓൾസോ ലോജിക്കലി അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർ ചെയ്യാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റ് ടു ക്രിട്ടിക്കലി ഇൻഫർ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, നൗ so next is, we'll see the next passage. Idinathu the question is, which of the following statements best reflects the logical inference from the passage given below? Okay, ivide again logical inference ne pattiyana chodikkunnathu. Okay, not critical. We'll see the passage. Good corporate governance structures, so it's something to do with corporate governance. Okay, good corporate governance structures encourage companies to provide accountability and control. Okay, so companies ne govern cheyna laws ne patti, structure ne pattiyana ee oru passage something to do with that. Okay, a fundamental reason why corporate governance has moved on to the economic and political agenda worldwide has been the rapid growth in international capital markets. Okay, സോ കോർപ്പറേറ്റ് ഗവേണൻസ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അജണ്ട എന്തുകൊണ്ട് വന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഹാൻസസ് ആക്സസ് ടു എക്സ്റ്റേണൽ ഫിനാൻസിങ്. ഓക്കെ, എക്സ്റ്റേണൽ ഫിനാൻസിങ് ബൈ ഫേംസ് ലീഡിംഗ് ടു ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെന്റ്, ഹയർ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, സോ ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെന്റ്, മൊത്തത്തിൽ പൊട്ടൻഷ്യൽ ആ ഒരു ഫേമിന്റെ പൊട്ടൻഷ്യൽ കൂട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ investors look to place their funds where the standards of disclosure, of timely and accurate financial reporting and of equal treatment to all stakeholders are met. See, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാസേജസ് കാണുമ്പോഴത്തേക്കും we'll come to the question and see ലോജിക്കൽ ഇൻഫറൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ സെന്റൻസസും അതേപോലെ മനസ്സിലായില്ലെങ്കിൽ ഈവൻ ഇഫ് യു നോ ദ ടോൺ ഓഫ് ദ പാസേജ്, സോ ഫസ്റ്റ് റീഡിംഗിൽ തന്നെ അത്യാവശ്യം ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ നോട്ട് ജസ്റ്റ് റീഡിംഗ് വിത്ത് ദ ഐസ് ബട്ട് വിത്ത് യുവർ ഹെഡ്, അങ്ങനെ ആണെങ്കിൽ ടോൺ ഓഫ് ദ പാസേജ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ വി ക്യാൻ കം ടു ദ ആൻസർ. വിൽ സീ ദ ക്വസ്റ്റ്യൻ, ഇത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത്. സോ here the question is logical inference. Okay, now option A, it is an important agenda of the countries around the world to ensure access to good external financing. So external financing ne pattiyana parayunnathu, and also it speaks about countries around the world ennokka parayunnundu. So mostly it's wrong. Good corporate governance improves the credibility of firms. Okay, so it feels option B seems very much correct because നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നതിനകത്ത് ഈ ഫേംസിന് look at this, effective corporate governance enhances access to external financing by firms leading to greater investment, higher growth and employment. So ഇവിടെ ഫേംസിൽ ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിനെ പറ്റിയിട്ടൊക്കെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് സോ again തുടങ്ങുമ്പോൾ തന്നെ എന്താണ് പറയുന്നത്? ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് എൻകറേജ് കമ്പനീസ് ടു പ്രൊവൈഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ. സോ ഒരു നല്ല ഗവേണൻസ് ഉണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് കമ്പനീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഫേംസിന് ഉണ്ടാവുന്നത് തന്നെയാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. സോ ഓപ്ഷൻ ബി സീംസ് വെരി മച്ച് റൈറ്റ് നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ. ബട്ട് അഗെയിൻ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ ബെസ്റ്റ് റിഫ്ലെക്സ് എന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ്
reflects. Okay, so ipo B ശരിയാന്ന് തോന്നിയാലും you have to read C and D. Why? Because നമ്മളുടെ best reflects എന്ന് പറയുമ്പോൾ reflect എന്ന് പറയുമ്പോൾ maybe better option ആണോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആൻസറിലേക്ക് പോവാവൂ. Okay, now international capital markets ensure that the firms maintain good corporate governance. International capital markets ensure ചെയ്യുന്നുണ്ട്. No, nothing like that is conveyed in the passage. Good corporate governance paves the way for robust supply chains. Supply chains ne pattiyum robust no. So the നമുക്ക് എന്താണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്, which is option B. Good corporate governance improves the credibility of the firms. Okay, all right, so option B is the answer here. ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പാസേജ് ഒക്കെ നമ്മൾക്ക് ഒന്ന് വായിച്ച് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ഓഫ് ദ പാസേജ്. ഓക്കെ, സോ ഒരുപാട് എല്ലാ സെന്റൻസും ക്ലിയർ ആയിട്ട് മനസ്സിലായി അങ്ങനെ അല്ലെങ്കിൽ പോലും യു ക്യാൻ കം ടു ദ ആൻസർ ഇഫ് യു നോ ദ ടോൺ ഓഫ് ദ പാസേജ്. ഓക്കെ, ഓർ ഒരു സെൻട്രൽ ഐഡിയ ഓഫ് ദ പാസേജ്. ഓക്കെ, നൗ സോ ഇൻഫറൻസിനകത്ത് നമുക്ക് മേജർലി രണ്ട് രീതിയിൽ ചോദിക്കാം, ലോജിക്കൽ ഇൻഫറൻസ് ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ ഇൻഫറൻസ്. ഓക്കെ, രണ്ടും ക്രിട്ടിക്കൽ ഇൻഫറൻസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാസേജിൽ ഒരു നെഗറ്റീവ് ടോൺ ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെയും ഇനി അഥവാ ക്രിട്ടിക്കൽ ഇൻഫറൻസ് എന്ന് ചോദിക്കുന്ന പാസേജ് ഒരു നെഗറ്റീവ് രീതിയിൽ അല്ലെങ്കിലും യുവർ ഇൻഫറൻസ് ഷുഡ് ബി സ്ലൈറ്റ്ലി ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. ഓക്കെ, സോ യു ഹാവ് ടു ബി clear about what is logical and rational inference and critical inference. Critical inference means you have to analyze the passage little critically and also in a criticize ചെയ്യുന്ന രീതിയിൽ വേണം ആ ഒരു പാസേജിനെ അനലൈസ് ചെയ്ത് ഇൻഫർ ചെയ്യാനായിട്ട്. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്, വാട്ട് ഇസ് കൊറോളറി? സോ ലാസ്റ്റ് ഒരു 5 yearsൽ അധികം ക്വസ്റ്റ്യൻസ് കൊറോളറി എന്ന് പറയുന്നൊരു ഇതിൽ നിന്ന് കണ്ടിട്ടില്ല. ബട്ട് കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ സ്റ്റിൽ ദെയർ. 2023 എല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് അഗെയിൻ വാട്ട് ഇസ് ദാറ്റ്? ആൻഡ് ഒരു 17-18 സമയത്തൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ കൊറോളറി ടു ദ പാസേജ് ഗിവൺ എബോവ്? സോ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോൺസിക്വൻസിനെയാണ് നമ്മൾ കൊറോളറി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ദാറ്റ് ഫോളോസ് ദ പാസേജ്. ഓക്കെ, ഇപ്പൊ പാസേജിൽ ഓതർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ആ പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ഒരു പാസേജിലെ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കൊറോളറി എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Which one of the following statements best reflects the corollary to the passage given above? Okay, we'll read the passage. വളരെ ചെറിയ പാസേജ് ആണ്. In India, the objective of macroeconomic policy, something about macroeconomic policy, is to enhance the economic welfare of the people. Okay, അപ്പോൾ macroeconomic policy നമ്മളുടെ people welfareന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. And any one wing of such macro policy, monetary or fiscal, cannot independently work without active support of another. Okay, so ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഗവേണൻസിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. എന്താണ്? മോണിറ്ററി ഫിസ്ക്കൽ പോളിസീസ് ഒന്നും സ്റ്റാൻഡ് അലോൺ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ദേ ഹാവ് ടു കോ ഡിപ്പെൻഡ് ചെയ്താണ് അവർ വർക്ക് ചെയ്യുന്നതെന്നാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. ഓക്കെ, വിൽ സീ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ കൊറോളറി ടു ദ ഗിവൺ പാസേജ്. ഓക്കെ, ദ സെൻട്രൽ ദാറ്റ് മീൻസ് എന്താണ് കോൺസിക്വൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദ സെൻട്രൽ ബാങ്ക് കനോട്ട് വർക്ക് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, okay, it can be there. Then government should regulate financial markets and institutions closely. No, നമ്മളുടെ പാസേജിലെ മേജർ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്? കോ-ഡിപ്പെൻഡ് ചെയ്താണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ എ ക്യാൻ ബി ദ ആൻസർ. സോ അവിടെ ഇട്ടു. ബട്ട് അഗെയിൻ വി ഹാവ് ടു സി ബി, സി ആൻഡ് ഡി. ആൻഡ് സി, മാർക്കറ്റ് ഇക്കണോമി ഈസ് നോട്ട് കോമ്പറ്റബിൾ വിത്ത് ദ സോഷ്യലിസ്റ്റ് പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ്. സോഷ്യലിസ്റ്റ് പോളിസീസിനെ പറ്റിയും മാർക്കറ്റ് ഇക്കണോമിയെ പറ്റിയും ഒന്നും പറയുന്നില്ല. സോ ഓപ്ഷൻ സി ഇസ് ക്ലിയർലി റോങ്. ആൻഡ് ഓപ്ഷൻ ഡി, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആർ റിക്വയർഡ് ഫോർ എൻഹാൻസിംഗ് ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, റിഫോംസ് ഉണ്ടാവുന്നതിനെ പറ്റി ഒന്നും ഈ ഒരു പാസേജിൽ പറയുന്നേ ഇല്ല. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ദ സെൻട്രൽ ബാങ്ക് കനോട്ട് വർക്ക് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ഗവൺമെന്റ്. എന്താ കാര്യം? ഈ ആൻസർ ആവാൻ എന്താ കാര്യം? മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി അവരെ കോ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ. നോക്ക്, ആൻഡ്
In India, the objective of macroeconomic policy is to enhance the economic welfare of the people and any one wing of such macroeconomic policy. So, രണ്ട് wings ആണ് എന്ത് macroeconomic policy യുടെ രണ്ട് wings ആണ് monetary, fiscal. So, ഈ രണ്ടും കോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ദ സെൻട്രൽ ബാങ്ക് cannot work independently of the government. So monetary policy by central bank, RBI, fiscal by government. അപ്പം ഈ രണ്ട് കാര്യങ്ങളും എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ല വർക്ക് ചെയ്യുന്നത്. They have to ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ എന്നാണ് പറയുന്നത് ഈ ഒരു പാസേജിൽ. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നമ്മളുടെ ഒരു ഇക്കണോമിക് നോളജ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെയ്തില്ലെങ്കിൽ പോലും ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ബാങ്ക് ആണ് മോണിറ്ററി പോളിസി നോക്കുന്നത്, ഗവൺമെന്റ് ആണ് ഫിസിക്കൽ പോളിസി കുറച്ചുകൂടി നോക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും യു ക്യാൻ കം ടു ദ ആൻസർ ബിക്കോസ് എന്താണ് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ ഹിയർ. സോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് പറയുന്നത്. എന്താണ് ഈ പാസേജിൽ പറയുന്ന ഒരു കാര്യം, അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കോൺസിക്വൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, so that is it. Now, so this is inference and corollary. കൊറോളറിയുടെ ക്വസ്റ്റ്യൻസ് കുറച്ച് നാളായിട്ട് കുറവായിരുന്നു, ബട്ട് അഗെയിൻ ഇറ്റ് കുഡ് ബി ആസ്ഡ്. ഓക്കെ, നൗ നമ്മൾ ഇത്രയും സമയവും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഡിറക്റ്റീവിന്റെ ബേസിസിലായിരുന്നു. സോ അസംഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ദെൻ വി ഡിഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സെൻട്രൽ ഐഡിയ, ക്രക്സ് എന്ന അല്ലെങ്കിൽ മെസ്സേജ് ഓഫ് ദ ക്രിട്ടിക്കലി അനലൈസ്, സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ പാസേജിന്റെ ഫസ്റ്റ് ഹാഫിൽ പറയുന്നതിന്റെ മീനിങ് എന്താണ്, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതെല്ലാം സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന കോൺസെപ്റ്റിലുമാണ് ചെയ്തത്. ഓക്കെ, നൗ നമ്മൾ 2020 ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് എടുത്തേക്കുവാണ്. നോട്ട് ദാറ്റ് എന്താണ് ഓരോ ഡിറക്റ്റീവിന്റെയും കീഴിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ കാരണം സെപ്പറേറ്റ് ചെയ്തിട്ടല്ല നമുക്ക് എവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒറിജിനലി UPSC പേപ്പറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല. വി ഹാവ് ടു സീ ദ ഡയറക്റ്റീവ് ആൻഡ് ഡു അക്കോർഡിംഗ്ലി. നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ വിൽ സീ 2020 ക്വസ്റ്റ്യൻ. നൗ ഫസ്റ്റ് passage. In India, over the last decade or so, labor has been departing agriculture. What does that mean? Agriculture in the labor വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. Okay, labor has been departing agriculture. Okay, but is only going to construction and unregistered manufacturing, which are not markedly better jobs. Okay, അഗ്രികൾച്ചറിൽ നിന്ന് കുറെ ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബെറ്റർ ജോബ്സിലേക്കാണ് പോകുന്നതെന്നുള്ളതിൽ നോ ഗ്യാരണ്ടി ദർ എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, സർവീസസ് വേർ ലേബർ ടെൻസ് ടു ബി മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആർ നോട്ട് ജനറേറ്റിംഗ് ദ അഡീഷണൽ ജോബ്സ് ദ കൺട്രി നീഡ്സ്. ഓക്കെ, സർവീസ് സെക്ടർ അഡീഷണൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, India will need 24 million or so jobs over the next decade. എത്ര ജോബ്സ് നമുക്ക് നെക്സ്റ്റ് ഡിക്കേഡിൽ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. The new sector, e-commerce, can at best close only half the jobs gap. Okay, e-commerce സെക്ടറിന് ഹാഫ് ദ ജോബ്സിന്റെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. Okay, only those sectors that drive domestic demand such as health and education can comfortably fill the other gap. Okay, so അഗ്രികൾച്ചറിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ മറ്റെന്താണ് പറയുന്നത്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് ഹാഫ് ദ ജോബ്സേ എന്താണ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് വാട്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പോലെയുള്ള ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉള്ള സെക്ടേഴ്സിനെ അങ്ങനെ ഒരു അല്ലെങ്കിൽ വാട്ട് ഈസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഒക്കെ സോഷ്യൽ സെക്ടേഴ്സിന്. ഓക്കെ, സോഷ്യൽ സെക്ടേഴ്സിനാണ് ഫില്ല് ചെയ്യാൻ എന്താണ് പൊട്ടൻഷ്യൽ ഉള്ളതെന്നാണ് ഈ ഒരു പാസേജ് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തപ്പോഴെല്ലാം നമുക്ക് ഡിറക്റ്റീവ് എന്ന് പറയുന്നത് മുന്നിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഇൻഫറൻസ് ആണെങ്കിൽ ഇൻഫറൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. ബട്ട് ഹിയർ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഡിറക്റ്റീവ് എന്ന് നോക്കുക. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്. ഓക്കെ, പാസേജിൽ എന്താണ് ഇംപ്ലൈ ചെയ്തിട്ടുള്ളത്, വാട്ട് ഈസ് ഇംപ്ലിക്കേഷൻ. ഈ ഇംപ്ലൈ ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു സെൻട്രൽ ഐഡിയ ക്രക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. പാസേജിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് എ, strong measures need to be taken to reduce the rural to urban migration of labor. Okay, rural to urban migration of labor.
ഓക്കെ, ഇതിനകത്ത് അഗ്രികൾച്ചറിൽ നിന്ന് മറ്റ് സെക്ടേഴ്സിലേക്ക് പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും റൂറൽ ടു അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നേ ഇല്ല. ഓക്കെ, സോ അതായത് നമ്മൾ ആദ്യം റൂൾസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ഡു നോട്ട് നെഗേറ്റ് വിത്ത് സംതിങ് വിച്ച് ഇസ് സെഡ് ഇൻ ദ പാസേജ് അല്ലെ, അല്ലെങ്കിൽ പാസേജിൽ പറയാത്തൊരു കാര്യം, പാസേജിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും ആൻസറിൽ വരരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓപ്ഷൻ എ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നേ ഇല്ല. സോ ഓപ്ഷൻ എ ഇസ് wrong. Okay, now option B, the working condition in construction and unregistered manufacturing needs to be improved. Okay, വർക്കിംഗ് കണ്ടീഷൻസിനെ പറ്റി പറയുന്നില്ല. ഈ ഒരു പാസേജ്, ഈ ഒരു ഓപ്ഷൻ ഒക്കെ വായിക്കുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം, കാരണം വർക്കിംഗ് കണ്ടീഷൻസിനെ പറ്റിയിട്ട് ഒന്നും ഇതിനകത്തൊന്നും പറയുന്നേ ഇല്ല. ഓക്കെ, നൗ സർവീസ് സെക്ടർ ഹാസ് ബീൻ റെഡ്യൂസിംഗ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Services where labor tends to be most productive are not generating the additional jobs in the country. Okay, not generating. So what is this? This is exactly the opposite of what the passage is saying. Okay, passage il parayna endana ivide, one second, I'll clear it and see. Nikolu, services where labor tends to be most productive are not generating the additional jobs in the country. Okay, so ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ഇവിടെ. Okay, not, but നമ്മളുടെ ഓപ്ഷനിൽ എന്താണ്? സർവീസ് സെക്ടർ ഹാസ് ബീൻ റെഡ്യൂസിംഗ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നോ, സോ ഇറ്റ്സ് ക്ലിയർലി റോങ്. ഓക്കെ, സോ ആദ്യത്തെ മൂന്നും റോങ് ആണെന്നുള്ളത് ഇവിടെ നമുക്ക് മോസ്റ്റ്ലി റോങ് അല്ലെങ്കിൽ കീപ് ഇറ്റ് ഇൻ ഹോൾഡ് പോലെ നമുക്ക് ഒന്നും വന്നില്ല, മൂന്നും തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ഇസ് സപ്പോസ് ടു ബി റൈറ്റ്, ബട്ട് അഗെയിൻ റീഡ് ഇറ്റ്. Increase social sector spending is imperative for large scale job creation. Exactly, that is what is saying. ഇവിടെ എന്താണ് സോഷ്യൽ സെക്ടർ എന്ന് പറയുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. സോ increase social sector spending is imperative for large scale job creation. So option D is the answer. So option D പാസേജിൽ ഇംപ്ലൈ ചെയ്യുന്ന കാര്യം എന്താണ്? സോഷ്യൽ സെക്ടറിൽ ഒരുപാട് ജോബ്സ്, ലാർജ് സ്കെയിൽ ജോബ് ക്രിയേഷൻ ഉണ്ടാവാം അവിടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ. ലൈക്ക് വാട്ട്? ഇവിടെ സോഷ്യൽ സെക്ടർ എന്ന് പറയുന്നില്ല, പക്ഷെ വാട്ട് ഇസ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. വിച്ച് ആർ ദ സോഷ്യൽ സെക്ടേഴ്സ്? നോ. ഓക്കെ, സോ ഒരു GS പഠിക്കുന്ന ഒരാൾക്ക് അതാണ് സോഷ്യൽ സെക്ടർ എന്ന് മനസ്സിലാവുകയും ചെയ്യും. ആൻഡ് ഓൾസോ even if it's not, even if you don't understand, ആദ്യത്തെ മൂന്നെണ്ണം തെറ്റാണെങ്കിലും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. Now, next passage. In India, the current focus on the right right to privacy is based on some new realities of digital age. Okay, so ഇവിടെ right to privacy ആൻഡ് ഡിജിറ്റൽ പ്രൈവസിയെ പറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ഇസ് എ സബ്സ്റ്റാൻഷ്യൽ റൈറ്റ് ഓൺലി ഇഫ് ഇറ്റ് വർക്ക്സ് ഇൻ ഓൾ സിറ്റുവേഷൻസ് ആൻഡ് ഫോർ എവ്രി വൺ. ഓക്കെ, ഒരു റൈറ്റിന് ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആവണമെങ്കിൽ എന്താണ്? ഇഫ് ഇറ്റ് വർക്ക്സ് ഇൻ ഓൾ സിറ്റുവേഷൻസ് ആൻഡ് ഫോർ എവ്രി വൺ. ഓക്കെ, a right to free expression for an individual about her exploitation, for instance, is meaningless without actual availability of security that guarantees that private force cannot be used to thwart this right. Okay, the role of the state therefore is not just to abstain from preventing rightful free expression, but also to actively ensure that private parties are not able to block it. Okay, സോ നമ്മളുടെ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഡിജിറ്റൽ ഏജിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ എന്താ പറയുന്നത്? പ്രൈവറ്റ് പാർട്ടീസ് ആർ നോട്ട് ഏബിൾ ടു ബ്ലോക്ക് ഇറ്റ് എന്നുള്ളത് നമ്മൾ ആക്റ്റീവ്ലി എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് വാട്ട്? നമ്മളുടെ റൈറ്റ് ടു പ്രൈവസി. Okay, now on the basis of the above passage, the following assumptions have been made. So ഇവിടെ എന്താണ്? Question is about assumption. Okay, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് എന്തായിരുന്നു? ഇംപ്ലിക്കേഷൻസ് ആണ് ചെയ്തിരുന്നത്. ഇവിടെ about assumption. Okay, let's see. State should have some institutions to ensure its appropriate role in digital society. So നമുക്ക് ഈ ഒരു പാസേജിൽ നിന്ന് അസ്യൂം ചെയ്ത് നമ്മൾ ആദ്യം ചെയ്തത് assumption എന്ന് പറയുന്ന ഡയറക്റ്റീവ് ആയിരുന്നു. So state should have some institutions to ensure its appropriate role in a digital society. Okay, സ്റ്റേറ്റിന് എന്തെങ്കിലും റോൾ വേണം എന്നത് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. So mostly that is correct. State should ensure that private parties do not violate the citizens' right to privacy. Okay, ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണത്. എന്താണ് ഡിജിറ്റൽ? 1 second. Okay, yeah.
The role of state therefore is not just to abstain from preventing rightful free expression but also to actively ensure that private parties are not able to block it. Okay, private parties ne block cheyan paadilla ennallathu avade parayunnunde. So that could also be an assumption. State should ensure that private parties do not violate the citizens right to privacy. So 1 and 2 is correct aanu. So 1 2 yeah. Now let's say 3. Digital economy is not compatible with the idea of not violating the citizens' privacy. So digital economy നമ്മളുടെ റൈറ്റ് ടു പ്രൈവസിയുമായിട്ട് കോമ്പറ്റബിൾ അല്ല എന്നുള്ള രീതിയിൽ എവിടെയും പറയുന്നില്ല. സോ ഒരു ഡിജിറ്റൽ ഏജ് ആയതുകൊണ്ട് തന്നെ റൈറ്റ് ടു പ്രൈവസിക്ക് അതിൻ്റെതായിട്ടുള്ള ഇവല്യൂഷൻ സംഭവിക്കണം എന്നുള്ള രീതിയിലാണ് ഓതർ പറയുന്നത്. നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് കോമ്പറ്റബിൾ വിത്ത് ദ ഐഡിയ ഓഫ് നോട്ട് സിറ്റിസൺസ് പ്രൈവസി. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ വിച്ച് ഇസ് 1 and 2. Okay, I hope this is clear. Okay, the role of the state therefore is not just to abstain from preventing rightful free expression but also to actively ensure the private parties are not able to block it. ഇതൊക്കെ ലാസ്റ്റ് ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഈ സെക്കൻഡ് വൺ ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് അപ്പൊ തന്നെ we should be able to understand it without going back to the passage. Okay, so that's how you save time also there. Okay, so option A is the answer here. Okay, next question. One of the biggest ironies around water is that it comes from rivers and other wetlands. Okay, rivers and other wetlands, yet it's seen as a divorce from them. While water is used as a resource, public policy does not always grasp that it is a part of the natural ecosystem. Okay, efforts at engineering water systems are thus efforts at augmenting water supply rather than strengthening the capacities of ecological system. Okay, so ഇതിനകത്ത് വാട്ടർ ആസ് എൻ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, വെറ്റ്ലാൻഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സോ വിൽ ഗോ ടു ദ ഓപ്ഷൻ ഹിയർ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഫസ്റ്റ് ഏതാണ് ഡിറക്റ്റീവ് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ലോജിക്കൽ ആൻഡ് റാഷണൽ ഇൻഫറൻസ്. ഓക്കെ, സോ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് മോസ്റ്റ് ലോജിക്കൽ ആൻഡ് റാഷണൽ ഇൻഫറൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ എബോവ് പാസേജ്. ഓക്കെ, ഓപ്ഷൻ എ, rivers and other wetlands should be protected under Ramsar Convention. Okay, let it be there. Engineering water system should be modernized and further augmented. Modernize ചെയ്യുന്നതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ടോ? Efforts at engineering water systems are thus efforts at augmenting water supply rather than strengthening the capacities of ecology. So ഇവിടെ modernize ചെയ്യുക നമ്മളുടെ water systems എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നില്ല. So mostly this is wrong. Okay, keep it there. Mostly that is wrong. Wetlands need to be reinforced as more than just open sources of water. Okay, so ഇവിടെ ആദ്യം പറയുന്നത് റിവേഴ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സിനെ പറ്റിയിട്ടാണ്. ആൻഡ് നമ്മൾക്ക് ഇവിടെ അവസാനം പറയുന്നുണ്ട് സ്ട്രെങ്തനിങ് ദ കപ്പാസിറ്റീസ് ഓഫ് എക്കോളജിക്കൽ സിസ്റ്റം എന്ന്. ഇക്കോളജിക്കൽ സിസ്റ്റംസ് ആണ് ഈ വെറ്റ്ലാൻഡ്സ് ഒക്കെ. ഇത് കണക്ട് ചെയ്യുമ്പോൾ ദാറ്റ് സീംസ് റൈറ്റ്. സോ ലെറ്റ് ഇറ്റ് ബി there. Now option D, water supply should not be free of cost so as to prevent its misuse of or overuse. Water supply should not be free of cost so as to prevent its misuse or overuse. Water supply should not be free of cost. നമ്മളുടെ കോസ്റ്റിനെ പറ്റിയിട്ടൊന്നും ഈ പാസേജിൽ പറയുന്നേ ഇല്ല. സോ ദാറ്റ് ഈസ് അഗെയിൻ റോങ്. സോ ഡി റോങ് ആണ്, ബി റോങ് ആണ്, ബിക്കോസ് മോഡേണൈസ് ചെയ്യുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ഇറ്റ്സ് അഗെയിൻ റോങ്. കാരണം അതിലും ബെറ്റർ ഓപ്ഷൻ സി. അതുകൊണ്ടാണ് ബി നമ്മൾ മോസ്റ്റ്ലി റോങ് എന്ന് പറഞ്ഞെങ്കിലും റോങ് ചെയ്തത്. ഇനി ഓപ്ഷൻ എയും സിയും നമുക്ക് നോക്കാം. ഓക്കെ, എ റോങ് ആണ് ക്ലിയർലി. പക്ഷെ എ നമുക്ക് എന്താണ് റോങ് ആവുന്നത്? റിവേഴ്സ് ആൻഡ് ദ വെറ്റ്ലാൻഡ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അണ്ടർ റാംസാർ കൺവെൻഷൻ. ഓക്കെ, സോ ഇവിടെ ഇത് ഇൻഫർ ചെയ്യാമെങ്കിലും ഇറ്റ്സ് വെരി ഒരു ഭയങ്കര ജനറിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പാസേജിൽ നിന്ന് നമ്മൾ റാംസാർ കൺവെൻഷൻ വരെയൊക്കെ ഇൻഫർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്റിൽ എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് നമ്മൾ ഇൻഫർ ചെയ്യുമ്പോഴാണ് അത്രയും പോകത്തുള്ളൂ. യൂഷ്വലി റാംസാർ കൺവെൻഷനെ പറ്റിയും അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് പോലും എന്താ നമ്മുടെ പാസേജിൽ പറയുന്നില്ല. സോ അങ്ങനെ ഒരു ഇൻഫറൻസ് അവിടെ വരാനുള്ള പ്രോബബിലിറ്റി ഈസ് വെരി ലെസ് ആൻഡ് ഹെൻസ് ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് യു ഹാവ് ടു ജസ്റ്റ് എലിമിനേറ്റ് ദ ഓപ്ഷൻസ് വിച്ച് ആർ മോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ്. ഓക്കെ, സോ അല്ലാതെ അപ്രോപ്രിയേറ്റ് ആൻസർ കറക്റ്റ് ഏതാണെന്ന് ഡയറക്ട്ലി പോകുന്നതിനേക്കാളും ഇല്ല തെറ്റാണെന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് യു ക്യാൻ എലിമിനേറ്റ് ഇറ്റ്. ഓക്കെ, ആൻഡ്
that is one way to reach the answer little more easier, especially for questions like this. Okay. Next is passage which speaks about asset allocation. Okay. Asset allocation is the most important investment decision we'll ever make. And sadly, most of us do not give that decision the importance it deserves. So the first sentence in Namakku Vansilai, it's speaking something about asset allocation. Okay. So allocating assets into different thalis or whatever it is, that is asset allocation. We're adamant about seeking predictability with our future. Okay. We tend to think of investing in risky assets as extremely volatile and value eroding. Risky assets ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് ബേസിക്കലി പറയുന്നത്. തുടങ്ങുന്നത് തന്നെ അസറ്റ് അലോക്കേഷനെ പറ്റിയിട്ടാണ്. നമ്മളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസിനെ പറ്റി കൂടി ഈ പാസേജ് പറയുന്നുണ്ട്. ഓക്കെ. We also dislike fluctuating returns and loss of control of investment. Okay. So we don't like that. That means we don't like to take risk എന്നുള്ള രീതിയിലാണ് ഓഥർ ഇവിടെ പറയുന്നത്. Okay. We think our money is best left idle, unproductive but safe. Okay. Safe ആണ്, but അത് ഗ്രോ ചെയ്യാതെ എന്താണ് we are keeping it then and there എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും താല്പര്യം എന്നാണ് ഓഥർ ഇവിടെ പറയുന്നത്. Okay. There is no asset that is risk free. Okay. ഒരു അസറ്റും റിസ്ക് ഫ്രീ ആയിട്ടുള്ളതില്ല. We could lose our jobs, our homes can lose value, our banks can go bankrupt, our bonds can default, the government can collapse, and companies we choose fondly may cease to exist. So ഇത് അവർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തേക്കുവാണ് കുറച്ച് എക്സാമ്പിൾസ്. പല രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. സോ നോ അസറ്റ് എന്താണ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റ് അധികം ഇല്ല ഓർ ഇല്ല ഇൻഫാക്ട്. But we cannot live life assuming that all these extreme events are waiting to happen and all at the same time. Okay. ഇതെല്ലാം എന്താണ്, ബട്ട് വി കനോട്ട് ലിവ് ലൈഫ് ബൈ അസ്യൂമിങ് ദാറ്റ് ഈ ഇവന്റ്സ് എല്ലാം ഇപ്പൊ സംഭവിക്കും എന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്തത് നെഗറ്റീവ്ലി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ഓഥർ ഇവിടെ പറയുന്നത്. All these extreme forms of risk we know will not manifest at the same time. What does that mean? നമുക്ക് പല അസറ്റ് പലതിലേക്ക് നമുക്ക് അസറ്റ് അലോക്കേറ്റ് ചെയ്യാം ആൻഡ് എല്ലാം റിസ്ക് ഉള്ളത് തന്നെയാണ്. ബട്ട് എല്ലാം ഒരേ സമയത്ത് സംഭവിക്കും എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഓഥർ ഇവിടെ പറയുന്നത്. ഓക്കെ. നൗ ദിസ് ഇസ് ദ ഓവറോൾ ഐഡിയ അബൌട്ട് ദ പാസേജ് ആൻഡ് വിൽ സീ ദ ക്വസ്റ്റ്യൻ ഹിയർ. ഓക്കെ. Which one of the following statements best implies the suggestion given by the author of the passage? Okay. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളുടെ ഓഥർ പറയുന്ന സജഷൻ എന്താണ് ആഫ്റ്റർ ദിസ് പാസേജ്? ഈ ഒരു പാസേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓഥറിന്റെ സജഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. നൗ ഹിയർ distribute your wealth across different kinds of assets so that your risk would be minimized. Okay. Keep it there. Because BCD നമുക്ക് നോക്കാം. Risk taking behavior should be a necessary component of your personality if you want to generate wealth. Again, keep it there. While making investments, find a trustworthy asset management organization which would manage your wealth for you. Okay, this is why we said that നമുക്ക് ഏറ്റവും appropriate അല്ലാത്ത inappropriate ആയിട്ടുള്ള ഓപ്ഷൻസിനെ eliminate ചെയ്യുക is the best way you can come to the answer easily. So option C is wrong. Why it is wrong? സോ ഒരു ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് ഓർഗനൈസേഷനെ ഫോളോ ചെയ്യാനൊന്നും ഇതിനകത്ത് ഓഥർ പറയുന്നില്ല. ദാറ്റ്സ് നോട്ട് ഈവൻ ദ അജണ്ട ഓഫ് ദ ഓഥർ. ഓക്കെ. സോ ഓപ്ഷൻ സി ഈസ് ക്ലിയർലി റോങ്. ഓഥർ എന്ത് സജഷൻസ് ആണ് വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ക്ലിയർലി റോങ്. ഓക്കെ. ഓപ്ഷൻ ഡി, യു ഷുഡ് നോ ദാറ്റ് ഇൻവെസ്റ്റിംഗ് യുവർ മണി ഇസ് എ റിസ്കി ബിസിനസ്. ഓക്കെ. സോ യു ഷുഡ് നോ ദാറ്റ് ഇൻവെസ്റ്റിംഗ് യുവർ മണി ഈസ് എ റിസ്കി ബിസിനസ് എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് നമ്മൾക്ക് എല്ലാം റിസ്ക് ആയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഓഥർ പറയുന്നത്. സോ അതൊരു സജഷൻ അല്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിട്ട് ഓഥർ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താ എവിടൊക്കെയാ പറയുന്നത്? there is no okay, we could lose our jobs, homes can lose value, banks can go bankrupt. So ഇതെല്ലാം റിസ്ക് ആയിട്ട് നമ്മൾ ഓൾറെഡി ആലോചിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഓഥർ പറയുന്നത്. സോ ദാറ്റ് ഇസ് റോങ് അഗെയിൻ. സോ അത് സജഷൻ ആയിട്ട് വരത്തില്ല. ഓക്കെ. നൗ ഇവിടെ നമ്മൾ ഈ പാസേജ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് മേജർലി സ്പീക്കിംഗ് അബൌട്ട് അസറ്റ് അലോക്കേഷൻ. വാട്ട് ഇസ് അസറ്റ് അലോക്കേഷൻ? ഡിസ്ട്രിബ്യൂട്ടിംഗ് യുവർ അസറ്റ് ടു ഡിഫറെന്റ് പ്ലേസസ് ഇസ് അസറ്റ് അലോക്കേഷൻ. ഓക്കെ. സോ ഓപ്ഷൻ എയും ബിയും തമ്മിൽ നോക്കുവാണെങ്കിൽ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഷുഡ് ബി എ നെസസറി കമ്പോണന്റ് ഓഫ് യുവർ പേഴ്സണാലിറ്റി ഇഫ് യു വാണ്ട് ടു ജനറേറ്റ് വെൽത്ത്. ഓക്കെ. റിസ്ക് ടേക്ക് ചെയ്യുന്നത് നെസസറി ആണ്, അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓഥർ എവിടെയും പറയുന്നില്ല. ആൻഡ് ഓൾസോ ഓപ്ഷൻ എ ക്ലിയർ ആയിട്ട് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് യുവർ വെൽത്ത് വിച്ച് ഇസ് അസറ്റ് മാനേജ്മെന്റ്
ഓർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് തന്നെയാണ്, അസറ്റ് അലോക്കേഷനെ പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഡിസ്ട്രിബ്യൂട്ടിങ് യുവർ വെൽത്ത് across different kinds of assets so that your risk would be minimized. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ ആണ് ഓതർ പറയുന്നതെന്ന് പറയാൻ കാരണം? സോ ഹിയർ ലെറ്റ്സ് സീ ദിസ് പാസേജ്, എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നതെന്ന്. ഇവിടെ പറയുന്നുണ്ട് there is no asset which is risk free. okay, so ഇവിടെ കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്മുടെ ബോൺസ് ഡിഫോൾട്ട് ആയിട്ട് പോവാം, നമ്മളുടെ ബാങ്ക്രപ്റ്റ് ആയി പോവാം. സോ ഇതെല്ലാം റിസ്കുകൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ബാങ്കിലിട്ടിരിക്കുന്ന പൈസക്ക് റിസ്ക് ഉണ്ട്, നമ്മൾ ഹൗസസിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന മണിയിൽ റിസ്ക് ഉണ്ട്. സോ ഇറ്റ് ഇസ് ദയർ അല്ലേ? So now, but we cannot live life assuming that all these extreme events are waiting to happen and all at the same time. Okay, എല്ലാം ഒരേ സമയത്ത് സംഭവിക്കും എന്നൊരു അസംഷൻ ഇത് നമുക്ക് വെക്കാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? ഇവിടെ ഓതർ പറയുന്നത്. Okay, so but we cannot live life assuming that all these extreme events are waiting to happen and all at the same time. okay, അപ്പം പലതിൽ ഇടുവാണെങ്കിൽ, പല അസറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വോണ്ട് ബി ദാറ്റ് എല്ലാം കൂടെ റിസ്കിലേക്ക് പോകത്തില്ല. കാരണം എല്ലാം ഒരേ സമയത്ത് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവത്തില്ല എന്നാണ് ഓതർ ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നൗ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ട് യുവർ വെൽത്ത് അക്രോസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസെറ്റ്സ് സോ ദാറ്റ് യുവർ റിസ്ക് വുഡ് ബി മിനിമൈസ്ഡ്. ഓക്കെ, option A is the answer. We'll see passage 5. Though most of the genetically modified crops cultivated now are genetically engineered for a single trait, in future crops genetically engineered for more than one trait will be a no. Okay, so ഇവിടെ GM ക്രോപ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ GM ക്രോപ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വെക്കുന്നതെങ്കിലും ഫ്യൂച്ചറിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് GM ക്രോപ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നൗ ദസ് biotechnology's role in agriculture and the regulation of the same cannot be understood solely in the concept of the current generation of GM crops. Okay, instead there is a need to take a comprehensive look taking into account various aspects. പല ആസ്പെക്ട്സും എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നാണ് ഓതർ പറയുന്നത്. ഇൻക്ലൂഡിങ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ്, so that the potential of the technology can be harnessed while minimizing negative impacts. Okay, so socio-economic impacts ne patti parayunnunde. Given the importance of biotechnology in developing varieties that can help in climate change mitigation and adaptation ne patti parayunnunde. Not using biotechnology as part of a climate change action plan cannot be an option. Okay, so biotechnology use cheyadirikka ennu parayunna oru option e alla ennu parayunnunde. Domestic regulation of biotechnology cannot be viewed in isolation of trade policy and obligations under various international treaties and conventions. So basically GM crops associated growth ne pattittuaanu parayunnathu. We'll go to the option and come back. Okay, now author is saying although most of the GM crops cultivated now are genetically engineered for a single trait, in future crops genetically engineered for more than one trait will be the norm. ഓക്കെ, സോ ഇവിടെ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഇവല്യൂഷൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ ബയോടെക്നോളജി റെഗുലേഷൻ ഇസ് ആൻ ഇവോൾവിംഗ് പ്രോസസ് എന്നുള്ളത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ, ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ബയോടെക്നോളജി റെഗുലേഷൻ ഇസ് ആൻ ഇവോൾവിംഗ് പ്രോസസ് എന്നുള്ള കാര്യം. ഓക്കെ, നൗ അത് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അഗെയിൻ participation of people is needed in policy decisions regarding biotechnology regulation. Okay, ഇവിടെ people, so ആൾക്കാർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സോ while going back to the passage and looking, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം എന്താ പറഞ്ഞതെന്ന്. അതിൽ നിന്നാണ് എന്താണ് ഇവോൾവ് ചെയ്യാണ് ബയോടെക്നോളജി റെഗുലേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി thus biotechnology's role in agriculture and the regulation of the same cannot be understood solely in the context of current generation of GM crops. Okay, so okay, ഈ ഒരു ഫുൾ പാരഗ്രാഫ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് ബയോടെക്നോളജി ഈസ് ഇവോൾവിംഗ്. ഓക്കെ, സോ ബയോടെക്നോളജിയുടെ റോള് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇവോൾവിംഗ് ആൻഡ് ഓൾസോ ഫ്യൂച്ചറിലുള്ള കാര്യം വെച്ചിട്ടാണ് ബയോടെക്നോളജിയെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇവല്യൂഷൻ. ഇനി സെക്കൻഡ് വണ്ണില് പീപ്പിൾസ് പാർട്ടിസിപ്പേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്.
there is a need to take a comprehensive look taking into account various aspects including socio-economic impacts so that the potential of the technology can be harnessed while minimizing negative impacts. Okay, negative impacts കുറയ്ക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇനി given the importance of biotechnology in developing varieties that can help in climate change mitigation and adaptation, not using biotechnology as a part of climate change action plan cannot be an option. Okay, ബയോടെക്നോളജി യൂസ് ചെയ്യാതിരിക്കുന്നത് ഒരു ഓപ്ഷൻ അല്ല എന്ന് പറയുന്നുണ്ട്, നോട്ട് ആൻ ഓപ്ഷൻ. ഓക്കെ, ഡൊമസ്റ്റിക് നോബഡി ഈസ് റിഫ്രൈനിങ് യു ഫ്രം എന്താണ് മാർക്ക് ചെയ്യുന്നതിനും സൈഡിൽ എഴുതി വെക്കുന്നതും എല്ലാം യു ക്യാൻ ഡു ദാറ്റ്. സോ യു ക്യാൻ മാർക്ക് ദ ക്വസ്റ്റ്യൻ എന്തെങ്കിലും എന്താണ് മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു തീമാണ് ഇതെന്നൊക്കെ തോന്നുവാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് മാർക്ക് ഇറ്റ്. ഓക്കെ, ഡൊമസ്റ്റിക് റെഗുലേഷൻ ഓഫ് ബയോടെക്നോളജി കനോട്ട് ബി. സോ ഇവിടെ പീപ്പിൾ പാർട്ടിസിപ്പേഷനെ പറ്റി നമ്മൾ അഗെയിൻ ആ ഒരു പാസേജിലൂടെ പോയിട്ടും നമുക്ക് വി വെർ നോട്ട് ഏബിൾ ടു സി. സോ ഓപ്ഷൻ 2 ഇസ് റോങ്. ഓക്കെ, സോ ഓപ്ഷൻ 2 ഇസ് റോങ് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തി. 2 തെറ്റാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് വന്നു. ഓക്കെ, നൗ ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദ കേസ്, നമുക്ക് 3, 4ലേക്കും പോകണമല്ലോ. Okay, we'll see that. Okay, so even if നിങ്ങൾക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് എന്നാലും ഒരു സ്പീഡിന് ഓക്കെ യു ആർ 99% നമുക്ക് ഉറപ്പാണ് ബി ഇസ് ദ ആൻസർ എന്നുള്ളത്. ബട്ട് യു ക്യാൻ എന്താണ് റീചെക്ക് ഇറ്റ് ഫോർ ദ അഷ്വറൻസ് ലൈക്ക് 3ഉം 4ഉം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ ഓപ്ഷൻ 3, ബയോടെക്നോളജി റെഗുലേഷൻ ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ ഈ പാസേജ് വായിച്ചപ്പോൾ സോഷ്യോ എക്കണോമിക് ആസ്പെക്ടിനെ പറ്റി എവിടെയോ കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്. വീൽ സി ഇൻസ്റ്റഡ് ദർ ഇസ് എ നീഡ് ടു ടേക്ക് എ കോംപ്രഹെൻസീവ് ലുക്ക് taking into account various aspects including socio-economic impacts. Okay, it's clearly socio-economic impacts ne patti parayunnundu. Okay, so adu thanneyaanu ivide nammade ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. ബയോടെക്നോളജി റെഗുലേഷൻ ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ 3 is there. Okay, so we understand that 1 is there, 3 is there. Okay, now 4 ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. Okay, we'll see that also. Wider involvement of political executive in biotechnology regulation improves its effectiveness in dealing with the country's trade policies and international obligation. Okay, so wider involvement of political executive in biotechnology. See, political executive inde ഇടപെടലിനെ പറ്റിയോ അങ്ങനെ ഇടപെട്ടാൽ എന്താണ് effectiveness improve ആവുമെന്നൊന്നും ഈ പാസേജിൽ പറയുന്നില്ല. So if there is any doubt, ഇപ്പം since I read the passage twice, okay, ആദ്യം ഒന്ന് വായിച്ചു, ഓടിച്ചു വായിച്ചു, രണ്ടാമത് നമ്മൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ എഗെയിൻ നമ്മൾ വായിച്ചു അല്ലേ. സോ അങ്ങനെ നമ്മൾ 2 തവണ വായിച്ചതിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല എന്നുള്ളത് അറിയാം. ബട്ട് എഗെയിൻ ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ഗോ ബാക്ക് ടു ദ പാസേജ് ആൻഡ് ഗോ ത്രൂ, ലൈക്ക് ഒന്ന് ഓടിച്ചു വായിക്കുക, സ്കിം ചെയ്ത് വായിക്കുക. നോട്ട് ദാറ്റ് യു ഹാവ് ടു റീഡ് ഇറ്റ് തറലി. കാരണം ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ യു ആർ നോട്ട് ഷുവർ അബൌട്ട് 4നെ പറ്റി ഷുവർ അല്ല, നമ്മൾ ആൻസറിലേക്ക് എത്തിയിട്ടില്ല എന്ന് വെച്ചോ, ആൻഡ് യു ഡോണ്ട് നോ വെദർ ദിസ് ഇസ് ഇൻ ദ പാസേജ് ഓർ നോട്ട്. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇവിടെ നമ്മൾ ആദ്യം വായിച്ചപ്പോൾ 2 തവണ വായിച്ചത് കാരണം ഇത്രയും ഏറിയയിൽ ബയോടെക്നോളജിയുടെ ഇവല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്ക് അറിയാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു നോ ദാറ്റ് ബയോടെക്നോളജിയുടെ ഇവല്യൂഷനെ പറ്റിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഫസ്റ്റ് ഹാഫിൽ പറയുന്നതെന്നുള്ളത്. ഓക്കെ, 1/4 പറയുന്നതെന്നുള്ളത് അതാണെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ബയോടെക്നോളജി റെഗുലേഷൻ ഇസ് ആൻ ഇവോൾവിംഗ് പ്രോസസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറെ തവണ നോക്കി. ആൻഡ് ആ സമയത്തെല്ലാം വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ഒരു അപ്പം യു ഡോണ്ട് ഹാവ് ടു റീഡ് ദാറ്റ് first part again and again. Okay, so don't do that mistake. That is, നമ്മൾ ഇപ്പൊ നമുക്കറിയാം 4th പറയുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇൻ ബയോടെക്നോളജി, അത് എഫക്റ്റീവ്നെസ് കൂട്ടും, അങ്ങനത്തെ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ കോൺസെപ്റ്റ് പറയുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇവല്യൂഷനുമായിട്ട് ആ ഒരു കോൺസെപ്റ്റിന് യാതൊരു ബന്ധവും ഇല്ലെന്ന് നമുക്ക് അറിയാം. സോ ഡോണ്ട് റീഡ് ദാറ്റ് അഗെയിൻ. ഓക്കെ, നൗ there is a need to take a comprehensive look taking into account various aspects including socio-economic impacts so that the potential of technology can be harnessed while minimizing negative impacts. Okay, so given the importance of biotechnology in developing varieties that can help in climate change mitigation and adaptation, not using biotechnology as part of a climate change action is not an option. Domestic regulation of biotechnology cannot be viewed in isolation of trade policy because international treaties and conventions are also there. So ഇവിടെ
സ്പെസിഫിക്കലി നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇൻ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ഓപ്ഷൻ 4 ഇസ് റോങ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല് വായിക്കുമ്പോ ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ വായിക്കുമ്പോ ഒന്നുകൂടെ വായിക്കാൻ പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഏറിയ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ആ ഒരു ടൈം കളയാതിരിക്കുക എന്നുള്ള കാര്യം യു ഹാവ് ടു ബി ക്ലിയർ അബൌട്ട്. ഓക്കെ, ഡോണ്ട് ഡു ദാറ്റ്. അതായത് ഈ ലാസ്റ്റ് ഏറിയയിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്, ഇവിടെയാണ് നമ്മളുടെ റെഗുലേഷനെ പറ്റിയൊക്കെ പറയുന്നത്, ദിസ് ഏറിയ. ഓക്കെ, സോ ഇവിടെ റീഡ് ദിസ് ഓൺലി. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യണം, അത് വായിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് അല്ലെ ആ ഒരു നമ്മളുടെ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതർവൈസ് ഡോണ്ട് റീഡ് ദിസ് പാസേജ് അഗെയിൻ. ഓക്കെ, ദിസ് ഇസ് സിഗ്നിഫിക്കന്റ്ലി ഭയങ്കര വലുതല്ലെങ്കിലും തീരെ കുഞ്ഞതും അല്ലെങ്കിൽ വളരെ ലതാജിക്കലി വായിക്കാൻ പറ്റുന്ന ഒരു പാസേജ് അല്ല ഇത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ഇറ്റ് സ്മാർട്ട് ആൻഡ് ക്ലിയർലി ആദ്യം തന്നെ. ആൻഡ് 2 തവണ വായിച്ചു കഴിഞ്ഞാൽ എവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത്, ഏത് ഏറിയയിൽ എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണ്, അതായത് ഒരു വൈഡർ അണ്ടർസ്റ്റാൻഡിങ്. ആദ്യത്തെ ഏറിയ പറയുന്നത് ഇവല്യൂഷനെ പറ്റിയിട്ടാണ്, ഇവിടെയാണ് എന്താണ് റെഗുലേഷൻസിനെ പറ്റി പറയുന്നത് സെക്കൻഡ് ഏറിയയിലാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ക്ലിയർ ആയിട്ടും വേണം, ഉണ്ടാക്കി എടുക്കണം. ഒരു 2 റീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും അത് അറിയണം. ഓക്കെ, നൗ സോ ഇവിടെ ഏതാണ് ഓപ്ഷൻ? Option B is the answer. B. Okay. I hope that's clear. So ഇവിടെ നമ്മൾ എന്തായിരുന്നു നമ്മളുടെ ഡിറക്റ്റീവ്? ഇറ്റ് ഈസ് അസംപ്ഷൻ ആയിരുന്നു. നമ്മൾ ഇത് ബെസ്റ്റ് ഇംപ്ലൈ ചെയ്യുന്ന എന്തായിരുന്നു? ദെൻ റാഷണൽ ഇൻഫറൻസ്, ദെൻ അഗെയിൻ അസംപ്ഷൻ. സോ ഡിഫറെന്റ് ഡിറക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ സെയിം പാസേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് 6th question, which is which one of the following statements best implies the crux of the passage? Okay, crux of the passage എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഐഡിയ, ക്രക്സ് എന്നൊക്കെ പറയുന്ന ഏരിയാസ് ആർ വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ഓക്കെ, നൗ we'll see. Precautionary principle is not given importance in current debate on developing GM crops. Okay, let be there. Biotechnology is not currently used in climate change mitigation and adaptation mechanism. Okay, ഈ ഓപ്ഷൻ ബി നമ്മൾ see if you have read the passage or listened here, നമുക്കറിയാം, നോക്കിയേ, not using biotechnology as a part of climate change action plan cannot be an option. So look at this. ഈ ഓപ്ഷൻ ബി is negating what the author is saying. Okay, author പറയുന്നത് എന്താണ്? ബയോടെക്നോളജി യൂസ് ചെയ്യാതെ ഉള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ നൗ ഡേയ്സ്. ഓക്കെ, ബയോടെക്നോളജി അത്രയധികം ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ടെക്നോളജിയുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ് എന്നാണ് എന്ത് പറയുന്നത് നമ്മളുടെ ഓഥർ ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ഓക്കെ, നൗ പക്ഷെ നമ്മൾ ഓപ്ഷനിൽ പറയുന്നത് എന്താണ്? ബയോടെക്നോളജി ഈസ് നോട്ട് കറന്റ്ലി യൂസ്ഡ്, യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നുണ്ടെന്നും ഇല്ലെന്നും ഓപ്പോസിറ്റ് കാര്യമാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ക്ലിയർലി റോങ്. ഓക്കെ, അപ്പം നെഗറ്റീവ് ആണ് ചെയ്യുന്നത്, സോ എന്തായാലും റോങ് ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് 90%, 80% ചാൻസസ് അല്ല, ഇറ്റ്സ് ക്ലിയർലി റോങ്. ഓക്കെ, നൗ biotechnology's role is not confined to the current priorities of developing GM crops. Okay, ഇത് കറക്റ്റ് ആണ്, ബട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് we'll check. Okay, the negative impacts of biotechnology are not properly understood. Negative impacts of biotechnology are not properly understood എന്നുള്ളതല്ല ക്രക്സ്. സോ എ എന്താണ്? Precautionary principle is not given importance in current debate on developing GM crops. Okay, പ്രിക്വേഷണറി പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെ, നോട്ട് ഗിവൺ എനി ഇമ്പോർട്ടൻസ് ഉള്ളത് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സിയിലേക്കാണ് നമ്മൾ വെൻ യു എലിമിനേറ്റ് അതർ ഓപ്ഷൻസ് ആൻഡ് ഓൾസോ ആദ്യം തന്നെ നമ്മൾ ഓപ്ഷൻ സി വായിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നിയാലും എലിമിനേറ്റ് ദ അതർ ഓപ്ഷൻസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓപ്ഷൻ നമ്മൾ എത്തി നിൽക്കുന്ന ഓപ്ഷൻ ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, നൗ ഓക്കെ വിൽ സീ ദ the other passage, next passage. നമ്മൾ ഇവിടെ നോക്കിയത് ഇംപ്ലൈ ദ ക്രക്സിനെ പറ്റി, അസംപ്ഷൻസിനെ പറ്റിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പാസേജ്. ഓക്കെ, വിൽ സി ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു പാസേജ് നമ്മൾ 1-2 തവണ വായിച്ചു. ഇപ്പൊ നമ്മൾ ചെയ്തപ്പോൾ തന്നെ 2 തവണ വായിച്ചിട്ടുണ്ട് അല്ലെ. ആൻഡ്
അതായത് എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് തിരിച്ചു പോകുന്ന അല്ലാതെ വി റെഡ് 2 times. ഓക്കെ, സോ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഗെറ്റിംഗ് 2 questions ഓൾസോ. ഓക്കെ, അതുപോലത്തെ പാസേജസ് മോസ്റ്റ്ലി മോർ ദാൻ 1 ക്വസ്റ്റ്യനും കിട്ടും. ഓക്കെ, സോ the time you invest will be worth it. Next passage നോക്കാം. Private investment in general is volatile. Private investment in general is volatile. What is volatile? Fluctuating ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജനറൽ ഇസ് വോളറ്റൈൽ. Foreign private investment is more volatile because the available investment avenues are significantly greater. Okay, ഇവിടെ പറയുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വോളറ്റൈൽ ആണ്. ഫോറിൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിലേറെ വോളറ്റൈൽ ആണ്. ഓക്കെ, നൗ therefore the responsibility of providing employment cannot be left to the foreign direct investment. Okay, the current FDI inflows are volatile over time and across sectors and regions, which is a necessary consequence of their search for the highest returns. Okay, so FDI പറ്റിയിട്ടാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. FDI എല്ലാം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, the adverse consequences are unstable employment and an okay, ഇതാണ് ഇവിടെ പറയുന്നത് consequences of volatile പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട്. സോ ഈ ക്വസ്റ്റനിൽ നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ജനറലി എന്താണ്, വോളറ്റൈൽ ആണെന്നാണ് പറഞ്ഞിരുന്നത്. വോളറ്റൈൽ മീനിങ് ഫ്ലക്ച്വേറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഫോറിൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ മോർ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞു. ആൻഡ് FDI പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദ കറന്റ് FDI inflows are volatile over time and across sectors and regions അത് volatile ആണ്, which is a necessary consequence of their search for the highest returns. Okay, the adverse consequences are unstable employment. Okay, അപ്പൊ നമ്മൾ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്, കോൺസിക്വൻസസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. Okay, then a probable positive consequence of foreign investment is inflow of new technology. Okay, however the technology diffusion is not at all certain because the existing state of physical and human capital in India may prove inadequate for the diffusion. Okay, so consequences private sector investments ne pattittuമാണ് പറഞ്ഞിട്ടുള്ളത്. We'll see the question and come back to the passage. Okay, with reference to the above passage the following assumptions have been made. Okay, assumptions ne pattittaan പറയുന്നത്. Directive is assumption. Now, relying on foreign investment in the long run is not an economically sound policy. Okay, keep it there and we'll see. Policies must be undertaken to reduce volatility in foreign private investments. Okay, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ വോളറ്റിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് പോളിസീസ് എടുക്കണം എന്നുള്ളത് നമ്മളുടെ ഈ ഒരു പാസേജിൽ. ആൻഡ് അഗെയിൻ അത് ഗവൺമെന്റ് ഹാൻഡിൽ അത്രയും പോളിസീസ് ഫോറിൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ട് കൂടിയാണ് പറയുന്നത്. നോട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആസച്ചിനെ പറ്റിയിട്ടുള്ള ഫോറിൻ ഡൊമസ്റ്റിക് കാര്യങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. സോ ദാറ്റ് ഈസ് റോങ് ആണ്. അങ്ങനെ ഒരു അസംപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. Policies must be undertaken to strengthen domestic private investment. Okay, domestic private investments എടുക്കാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പോളിസീസ് എടുക്കണം എന്നുള്ളത് might be correct. Okay, so option 3 correct ആണെന്നാണ്. As of now we know that we are assuming that. 4, public investment should be given priority over private investment. No, public investment private investmentനേക്കാളും പ്രയോറിറ്റി കൊടുക്കണം. നോ, അങ്ങനെ പറയുന്നില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ് വോളറ്റൈൽ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന് കൂടുതൽ പ്രയോറിറ്റി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കണം എന്നൊന്നും അവിടെ പറയുന്നില്ല. ഓക്കെ, നൗ substantial public investment in education and health should be undertaken. Yes, that is true. 5 is for sure correct ആണ്. More than 3, 5 correct ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. Why? Here, see, the technology diffusion is not at all certain because the existing state of physical and human capital in India is inadequate. Okay, so അവിടെ ഒരു ഇംപ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ആണ് ഇവിടെ പറയുന്നത്. സോ അസംഷൻ എന്താണ്, ആ ഒരു എഡ്യൂക്കേഷൻ ഹെൽത്ത് എന്നൊക്കെ ഉള്ള ഏരിയയിൽ ഇംപ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 5 is definitely correct. സോ ഓപ്ഷൻ D and 1, A and D തെറ്റാണെന്ന് നമുക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നൗ the only thing is 4നെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് 4 എന്താണ്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി ഓവർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നോ, അങ്ങനെ അത് തെറ്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഓപ്ഷൻ D is the answer. Okay,
സോ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അഗെയിൻ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ദിസ് വാസ് 2020 പേപ്പറാണ്. 2020 പേപ്പർ സപ്പോസ്ലി CSAT ടഫ് ആണെന്ന് പറഞ്ഞ ഒരു പേപ്പറാണ്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പാസേജസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈവൻ ദോ നമ്മൾ ഡെപ്തിലേക്കൊന്നും ഈ പാസേജിൽ ഒന്നും നമ്മൾ പല ഏരിയാസ് നമ്മൾ വായിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് വി അണ്ടർസ്റ്റാൻഡ് ദ തീം. ബിക്കോസ് പാസേജ് കുറച്ചും കൂടെ ടെക്നിക്കൽ പാസേജസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് വായിച്ച് അതിന്റെ ടെക്നിക്കാലിറ്റി പഠിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ്സ് ഹൗ പീപ്പിൾ എന്താണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് എക്സാം ചെയ്യുമ്പോൾ. ഓക്കെ, നൗ ഹിയർ ഓപ്ഷൻ 5 കറക്റ്റ് ആണെന്ന് നമ്മൾ ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓപ്ഷൻ 5 കറക്റ്റ് ആണെന്ന്. സോ ഓപ്ഷൻ 5 ഉള്ള ഓപ്ഷൻസ് മാത്രം നമ്മൾ എടുത്തു, വിച്ച് വാസ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ദെൻ 4 റോങ് ആണെന്ന് നമുക്ക് അറിയായിരുന്നു. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. സോ ദിസ് ഇസ് ഹൗ യു reach the answer for questions like this. Okay, I hope that's clear. Next passage നോക്കാം. Spanish ships in the late 16th century first bought the potato tuber from South America to Europe, whereby in the early 19th century it had become a reliable backup to cereal crops. Okay, so particularly in the cold rain-soaked soils of Ireland. Okay, soils of Ireland. The Irish were soon almost wholly dependent on potato as their staple food. Okay, and they were planting primarily one variety, the lumper potato, whose genetic frailty would be cruelly exposed by the fungus. And the fungus in the name പറഞ്ഞിട്ടുണ്ട്. That is നമ്മളുടെ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലത്തെ technical terms are not important. That's why we are not getting into it. Okay. In 1845, spores of the deadly fungus began spreading across the country, destroying nearly all the lumpers in this path. The resulting famine killed or displaced millions. Okay. So ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റാപ്പിൾ ഫുഡായ പൊട്ടാറ്റോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു എന്താണ് ഫംഗസ് അറ്റാക്ക് ചെയ്തിട്ട് അവർക്ക് ഫുഡ് ഇല്ലാതാവുകയും ഫാമിൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരികയും മില്യൺസ് ഓഫ് പീപ്പിൾ ഡെഡ് എന്നാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. വിൽ സീ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ which one of the following statements best reflects the critical message? മെസ്സേജിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. സി മെസ്സേജ് ക്രക്സ് എന്ന് പറയുന്ന ഏരിയ, സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന ഒരു ഏരിയ is one of the very favorite area of UPSC. So this is critical message. Okay, option A, for introducing any foreign plant into a country, the soil and climate conditions of the country should be suitable. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അതൊരു മെസ്സേജ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് അതാണോ മെസ്സേജ് ആയിട്ട് കിട്ടിയത്? ദർ ആർ ബെറ്റർ മെസ്സേജസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ വായിക്കാതെ തന്നെ ദർ ഇസ് വൺ മെസ്സേജ് ലൈക്ക് ദാറ്റ് ഷുഡ് കം ടു യുവർ മൈൻഡ്. ഓക്കെ, എന്താണ് ആ മെസ്സേജ്? ഒരു പെർട്ടിക്കുലർ ക്രോപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എന്താണ് വിൽ ബി സോ ഡിപ്പെൻഡന്റ് ഓൺ വൺ പെർട്ടിക്കുലർ തിങ്. അതിനെന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഹോൾ പോപ്പുലേഷൻ വിൽ ഗെറ്റ് എഫക്റ്റഡ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതിൽ നിന്ന് ഓദർ പറയുന്നതെന്നാണ് നമുക്ക് പാസേജ് മാത്രം വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇത് ബട്ട് അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഓർ സംതിങ് നിയർലി സിമിലർ ടു ഇറ്റ്. ഓക്കെ, as a staple food of the country, tuber crops like potato cannot replace cereal crops. No, that's not. So first one is again തെറ്റാണ്. Some of the fungal infections of plants cannot be prevented or stopped from spreading across large areas. Okay, could be ശരിയാവാം, but message like we are saying about the message. Okay, question is about message. Relying on a homogeneous food source is not desirable. So this is what we are speaking about. So നമ്മളുടെ എന്താണ് പാസേജിൽ മൊത്തം പറയുന്നത് ആ മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ ഒരു കാര്യം നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ പാസേജ് ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ തന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താന്ന് ചോദിച്ചാൽ ലൈക്ക് വീൽ അണ്ടർസ്റ്റാൻഡ് നോ അത് വായിച്ചു കഴിയുമ്പോൾ. സോ ഈ ഒരു പാസേജ് വായിച്ചു കഴിയുമ്പോൾ പൊട്ടാറ്റോ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫുൾ ഏറിയ ആ ഒരു പെർട്ടിക്കുലർ ഫുഡിന് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നപ്പോ ഗോട്ട് വാട്ട് ഡിസ്ട്രോയിഡ് ഓർ മില്യൺസ് ഓഫ് ആൾക്കാരെ എന്ത് ചെയ്തു ഡിസ്പ്ലേസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ ഫാമിൻ വന്നു, സ്റ്റാർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മെസ്സേജ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഫുഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് ഇസ് നോട്ട് എ ഐഡിയ എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ദ മെസ്സേജ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പാസേജ്. India is at once among the fastest growing global economies and home to the largest number of malnourished children in the world. Okay, so it's something about malnutrition and India as a nation ne pattiittu aanu parayunnathu.
There are regions where malnutrition is not the exception but the norm. And across the country, malnutrition is the cause of death for roughly half of one. Across the country, ഒരു number പറയുന്നുണ്ട് which is not important, who die before their 5th birthday each year. Okay, even those children who survive suffer permanently from the damage that has already been done to their bodies and minds from not getting enough of the right foods and nutrients. Okay, അത് പറയുന്നുണ്ട്. Around 44 million children under 5 are stunted. ഓക്കെ, സോ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ നറിഷ്മെന്റ് ആണ് ഇന്ത്യയിലുള്ളത്. സ്റ്റണ്ടിങ് നടക്കുന്നുണ്ട്. ലൈക്ക് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് മാൽന്യൂട്രീഷൻ വളരെ പ്രോമിനന്റ്ലി നമ്മളുടെ നേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. നോട്ട് ദ എക്സാക്ട് ഫിഗേഴ്സ് ഓർ സംതിങ് ദാറ്റ് ഇസ് നെവർ ഇമ്പോർട്ടന്റ് ഇൻ UPSC പെർസ്പെക്ടീവ്. 99% അത് ഇമ്പോർട്ടന്റ് ആവാറില്ല. ബട്ട് it's always unpredictable. You can question varuvaanengi onnude question vaayikkumbo angane thonuvaanengi you can come back always to the passage and check that. No, so but first reading la never take those things that important. Ippam idine munne ulla passage il nammal aa fungus inde pere vaaichade illa. It's not that important to read it. Okay, now that makes it harder for them to learn in school and subsequently earn a living as adults. Okay, appo malnutrition ന്റെ problems aanu parayunnathu. Their lifetime earnings potential is almost a quarter less than that of their healthy peers. Okay, so avarku avarde healthy peer group ആയിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാറില്ല, അല്ലെങ്കിൽ അവരുടെ earnings clearly കുറവാണെന്നാണ് പറയുന്നത്. Okay, now with reference to the above passage, which of the following is or are the most rational and practical implication or implications? Okay, okay, most practical or rational implications എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 5 ഓപ്ഷൻ ഉണ്ട്. we'll see. India's public distribution system should be monitored by union government. Okay, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് വേണം എന്നാണെങ്കിൽ തന്നെ ആണെന്ന് പറയുവാണെങ്കിൽ ദാറ്റ് കുഡ് ബി ആൻ ഇംപ്ലിക്കേഷൻ, ദാറ്റ് ക്യാൻ ബി ആൻ ഇംപ്ലിക്കേഷൻ. ബിക്കോസ് എന്താണ് നമ്മളുടെ എന്താ ഈ റൈസ് അല്ലെങ്കിൽ വീറ്റ് ഇതുപോലത്തെയുള്ള ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് അങ്ങനത്തെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് കുഡ് ബി കറക്റ്റ്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി മോണിറ്റേർഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് വൺ ഇസ് റോങ്. അങ്ങനൊരു ഈ ഒരു പാസേജിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയുന്നില്ല. ഇനി ഇംപ്ലൈ ചെയ്തെടുക്കാനും പറ്റത്തില്ല. യൂണിയൻ ഗവൺമെന്റിനാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇംപ്ലൈ പറ്റില്ല. സോ ഓപ്ഷൻ, so as of now we are just eliminating A because option 1 തെറ്റാണ് and C, option 1 is again wrong. Okay, now girls should be encouraged to delay marriage and first pregnancy. That could be correct because malnutrition ഉണ്ടാവുന്നത് like from mother gets മദറിന് ന്യൂട്രീഷൻ കിട്ടാതിരിക്കുന്നു ആൻഡ് എന്താണ് അതുവഴി ദ കിഡ് ഇസ് ഓൾസോ നോട്ട് ഗെറ്റിംഗ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ അതൊരു ഇംപ്ലിക്കേഷൻ ആവാം. ഗേൾസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡിലേ മാരേജ് ആൻഡ് ഫസ്റ്റ് പ്രഗ്നൻസി ബിക്കോസ് 16, 17 അല്ലെങ്കിൽ ജസ്റ്റ് ഹിറ്റിംഗ് ദ ലീഗൽ ഏജ് ഓഫ് 18 എന്ന സമയത്ത് മാരേജസ് നടക്കുന്നത് ക്യാൻ ബി a cause for this malnutrition എന്നുള്ളൊരു ഇംപ്ലിക്കേഷൻ. പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ കൂടിയാണ് പറയുന്നത്, മോസ്റ്റ് റാഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ. ഓക്കെ, so that is something which is practical. So option 2 could be correct. Okay, again keep it there and see. Mothers should be encouraged to breastfeed their children immediately after birth. Clearly that can be an implication. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത കുട്ടികൾക്ക് malnutrition കൂടാം എന്നുള്ളത് നമുക്ക് it is there practically, it is like that. So ഇവിടെ practical implications ആണ് ചോദിച്ചിട്ടുള്ളത്. So option 3 can be an answer, an option, correct option. Then 4, the supply of safe drinking water and proper sanitation facilities to all should be ensured. Yes, again that is correct. Practically that has to be done. Drinking water ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു malnutrition എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അങ്ങനത്തെ ചിൽഡ്രന് എന്താണ് പിയർ ഗ്രൂപ്പുമായിട്ട് upskill ചെയ്ത് വരാനും സാധിക്കത്തുള്ളൂ. അതോറിറ്റി ഷുഡ് എൻഷുർ ദ വാക്സിനേഷൻ ആസ് പ്രിസ്ക്രൈബ്. യെസ്, മാൽന്യൂട്രീഷൻ ഒരു മേജർ വാക്സിനേഷൻ ഇല്ലാതിരിക്കുക എന്നൊക്കെ ഉള്ളതുള്ള ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് മോസ്റ്റ് റാഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഓർ ഇംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ ഫോർ മീ I'll go through this passage once and then reading the option. Practically 2, 3, 4, 5 എന്ന് പറയുന്നത് എന്താണ് ഉണ്ടെങ്കിൽ it will be എന്താണ് ഒരു അസറ്റ് ആയിരിക്കും ടു എലിമിനേറ്റ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഫ്രം അവർ നേഷൻ. ഓക്കെ, സോ 2, 3, 4 and 5 could be answer. 3 and 5 മാത്രം. 2 is
ഓക്കെ 3 and 5 മാത്രമായിട്ട് ഒരു ആൻസർ ആവേണ്ട ഒരു ആവശ്യമേ ഇവിടെ ഇല്ല. സി ഇഫ് യു നമുക്കിപ്പോ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ തന്നെ ഇപ്പം 3ഉം 5ഉം എന്ന് പറയുന്നത് എന്താണ്? മദർ ഷുഡ് ബി എൻകറേജ് ടു ബ്രസ്റ്റ് ഫീഡ് ദെയർ ചിൽഡ്രൻ. 5 അതോറിറ്റി ഷുഡ് എൻഷുർ ദ വാക്സിനേഷൻ. Safe drinking water is also a practical implication, and delay in marriage and first pregnancy delay എന്നതും ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ തന്നെയാണ്. സോ 3 and 5 മാത്രമായിട്ട് ആൻസർ ആവാൻ ഒരു സ്കോപ്പും അല്ലെങ്കിൽ ഇറ്റ്സ് റോങ്. സോ 2, 3, 4 and 5 is right and or practical implication ആണ്, and that is option B is the answer. So practically എന്താണ് how can ഈ ഒരു പാസേജിൽ പറഞ്ഞിരിക്കുന്ന മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന നറിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂനെ എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വൈൽ റീഡിങ് ഇറ്റ് without going back to the passage itself we came to an answer. And again option 1 എങ്ങനെയാണ് wrong ആവുന്നത്? Indian public distribution system should be monitored by the union government. Okay, so union government എന്നുള്ളത് ആണ് പ്രത്യേകിച്ച് റോങ് ആവുന്നത്. കാരണം ഇറ്റ്സ് ക്ലിയർലി റോങ്. യൂണിയൻ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യണം എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ അല്ല, അല്ലെ? ഇറ്റ് ഷുഡ് ബി മോണിറ്റേർഡ് ക്ലിയർലി ആൻഡ് മോണിറ്റർ ചെയ്യണം. അതിനകത്ത് എന്താണ് ഫങ്ഷനാലിറ്റീസ് ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് കുഡ് ബി ആൻ ആൻസർ. ബട്ട് യൂണിയൻ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത് നോട്ട് എ implication. Okay, so option 1 is wrong and 2, 3, 4 and 5 is right. So option B is the answer here. Okay, so നമ്മൾ പല directives നോക്കി. അതിനകത്ത് പല directivesന്റെയും ഇപ്പം implication എന്ന് പറയുന്നത് here we'll see that ഇപ്പം imply ചെയ്യാന്ന് പറയുന്നതിന്റെ എന്താ പറയാ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ആവാം, ക്രിട്ടിക്കലി ഇംപ്ലൈ ചെയ്യുന്ന എന്താന്നാവാം, ക്രിട്ടിക്കൽ, പ്രാക്ടിക്കൽ, ദെൻ ലോജിക്കൽ. സോ ഇതിനെല്ലാം ഡിഫറെന്റ് മീനിങ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ വൈൽ യു ആർ റീഡിംഗ് ദ ക്വസ്റ്റ്യൻ ഡിറക്റ്റീവിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താന്ന് കൂടി നോക്കണം. നോട്ട് ജസ്റ്റ് ഇംപ്ലിക്കേഷൻ ആണോ എന്ന് മാത്രമല്ല, ഇഫ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഓർ ഇഫ് ഇറ്റ്സ് ലോജിക്കൽ, ഇഫ് ഇറ്റ്സ് പ്രാക്ടിക്കൽ. സോ these makes a difference to the answers which you choose. Okay, so critically ആണെങ്കിൽ നമ്മളുടെ answer would be little different from what is practical. Okay, so ഇവിടെ last question 2, 3, 4 and 5 are practical things which we can do to eliminate malnourishment as or stunting and wasting from our nation. Okay, so അതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് which a aspirant should be aware about. Okay, so അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. and also it is with respect to the passage itself. like passageൽ പല പ്രോബ്ലംസ് പറയുന്നതിന്റെ എല്ലാം ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. Okay, so നമ്മളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. and I hope most of the directives are covered here. and also directive based ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ടെങ്കിലും while you are doing the question, do it as a whole package. like ഇപ്പം ഒരു previous year question paper എടുക്കുവാണെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം previous year ആണ്. but if you are taking a previous year question paper, like ഇപ്പം അസംഷൻ ഒരു ക്വസ്റ്റ്യൻ ആവാം, ആ ഒരു സെയിം പാസേജിൽ തന്നെ ക്രക്സ് അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയ ആയിരിക്കും വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഡു ഇറ്റ് in that way and not separate it like assumption based ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. No, if you want to practice you can practice, but while you are doing before the exam, like ആ ഒരു എല്ലാ മിക്സ്ഡ് ബാഗിൽ നിന്ന് തന്നെ ചെയ്ത് ശീലിക്കുന്നതാവും കുറച്ചും കൂടി നന്നാവുക. I hope this is clear. So thank you.